ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നത് നെറ്റ് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യാൻ മാത്രമല്ല, നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാട്സാപ്പ്, യൂട്യൂബ് അങ്ങനെ പല പല ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാനും നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, ഗെയിംസിനും അങ്ങനെയൊക്കെ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് കാര്യത്തിലും നെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചിലപ്പോൾ നമ്മൾ വീടിനകത്ത് കിട്ടുന്ന സ്പീഡായിരിക്കില്ല, പുറത്ത് കിട്ടുന്ന സ്പീഡ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് യൂട്യൂബ് കാണുകയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് നമുക്ക് വളരെ ബോറടിക്കും. കാരണം യൂട്യൂബ് ചിലപ്പോൾ പ്ലേ ആവാനായിട്ട് ചിലപ്പോൾ താമസമൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നെറ്റിൻ്റെ സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്ത് റെഡിയാക്കാനുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വിടുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സാധാരണ പോകുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ അറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ആരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐക്കണിലൊന്ന് അമർത്തുക. അമർത്തിയതിന് ശേഷം സെർച്ച് ബാറിൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് ചെക്ക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ സ്പീഡ് ചെക്ക് പ്രോ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരും, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും. അപ്പോൾ ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സ്പീഡ് ചെക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 2-3 തീം കാണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അതെന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് പല പല സ്ഥലത്തു നിന്ന് സ്പീഡ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു സംഭവം കാണിക്കും, അത് ഓക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പെർമിഷൻ വരും, മെയിൻ ആയിട്ടുള്ള പെർമിഷൻ വരും. നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്തത് അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ വർക്കിംഗ് ആയി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള സ്പീഡാണ് ഈ കാണിക്കുന്നത്, ഡൗൺലോഡിങ് സ്പീഡാണ് ഈ കാണിക്കുന്നത്. അവിടെ തന്നെ അപ്ലോഡിങ് സ്പീഡ് അടുത്ത സമയം കാണിക്കും. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും നോക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തോരം സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് യൂട്യൂബുകൾ കാണാൻ പറ്റും, സ്റ്റക്ക് ആവാതെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 2 കിട്ടിയിട്ടുണ്ട്. അപ്ലോഡ് സ്പീഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ റീടെസ്റ്റ് ചെയ്യുന്നത് വേറെ സ്ഥലത്തേക്ക് മാറി നിന്നാണ് റീടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടാവുന്ന സ്പീഡ്, നെറ്റിൻ്റെ സ്പീഡാണ് കാണിക്കുന്നത്. നമുക്കിതുപോലെ വീടിനകത്തൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സ്പീഡ് കിട്ടുന്ന എവിടെയാണ് അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് യൂട്യൂബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് മാത്രമല്ല, എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡ് കിട്ടും, ഫേസ്ബുക്ക് ആയാലും. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി റീടെസ്റ്റ് കൊടുക്കാം, ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങോട്ട് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ സെർച്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 പ്രാവശ്യം കാണിച്ചത് 3 സ്ഥലത്തെ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് സ്പീഡ് ഇവിടെ വളരെ കുറവാണ്. അപ്ലോഡിങ് സ്പീഡാണ് അടുത്തത്. അപ്ലോഡിങ് സ്പീഡ് ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പരസ്യങ്ങളൊക്കെ വരും, പരസ്യങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ആഡ്സ് കൊടുക്കാം. ഈ പരസ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പൈസ കൊടുക്കണം, അത് വേണമെങ്കിൽ ചെയ്യുക, നിർബന്ധമില്ല. പിന്നുള്ളത് അടുത്തത് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു 4 ഓപ്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. പിങ് മോണിറ്റർ ആണ്. അപ്പോൾ അതിൽ പ്ലസ് കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തുക. പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് തന്നെ ആക്റ്റീവ് ആക്കി ഇടുക. ലൊക്കേഷൻ വേണമെങ്കിൽ ഓൺ ആക്കി ഇട്ടാൽ മതി. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റണ്ട, സേവ് ചെയ്യുക.
പിന്നെ നമുക്ക് എവരി ടൈം 15 മിനിറ്റ് വെച്ച് നമുക്ക് റീഫ്രഷ് ചെയ്യുന്ന സംഭവമാണ്. അത് വേണമെങ്കിൽ ഓണാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓക്കെ എവരി 15 മിനിറ്റ്. അടുത്ത ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമുക്ക് ഹിസ്റ്ററിയാണ്. കാരണം നമ്മളിപ്പോൾ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ ടൂൾസ് ആണ്. ടൂൾസിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. വൈഫൈ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അലൗ ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. വൈഫൈ ഉള്ളവർക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നുള്ളത് ആഡുകൾ റിമൂവ് ചെയ്യാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുക്കേണ്ടി വരും. അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ അടുത്തത് ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി ഇടുക. ഡൺ കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് അടിയിലൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തീമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സെല്ലുലാർ ഡാറ്റയുടെ ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് ആക്കാം. അപ്പോൾ വേണമെങ്കിൽ ആക്കിയാൽ മതി. നിങ്ങൾ നോർമലാക്കിയുടെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അടിപൊളി ഓപ്ഷനാണ്. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എക്സ്പോർട്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ആർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര റേഞ്ച് ഇട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ഒന്നും കൂടി സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ റേറ്റിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഡാറ്റ എന്തിൻ്റെ ഡാറ്റയാണ്, ഏത് കണക്ഷനാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒന്നും കൂടി റീടെസ്റ്റ് ഞാൻ ചെയ്യാണ്. ഇപ്പോൾ റീടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ റീടെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊന്നും കൂടി കിട്ടുമൊന്നുമില്ല. അപ്പം നമുക്ക് സ്പീഡുള്ള സ്ഥലം, അതായത് സ്പീഡ് ഓരോ സ്ഥലത്ത് ഓരോരോ സ്പീഡുകളാണ് സാധാരണ കിട്ടാറ്. അപ്പോൾ ആ സ്പീഡ് നമുക്ക് എവിടെയാണ് കൂടുതലെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോക്കിയിട്ട് അവിടെ വേണമെങ്കിൽ അവിടെ ഒരു സംഭവം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് സ്പീഡ് അവിടെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വല്ലതും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നിൽക്കുക. അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നും കൂടി അമർത്തി വിടുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുകയാണ്. കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.